ലോകത്തിൽ മറ്റേതൊരു രാഷ്ട്രവും ഇന്ന് രൂപപ്പെട്ടതുപോലെ പല കാലങ്ങളിൽ പല ഭരണാധികാരികളാൽ പല സംസ്കാരങ്ങളിൽ ഭരിക്കപ്പെട്ടാണ് നാം ഇന്ത്യക്കാർ ഇന്നിലെത്തി നിൽക്കുന്നത്. അതിന്റെ എല്ലാം സ്വാധീനം രക്തത്തിലും സംസ്കാരത്തിലും സ്വാംശീകരിക്കപ്പെട്ട പിൻതലമുറക്കാരാണ് നാം. ആ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ കാലുറപ്പിച്ച് നിന്നാണ് ചിലർ വിഭാഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വെറുപ്പുകൾ പുറന്തള്ളുന്നത്. പറഞ്ഞു വരുന്നത് മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കണമെന്ന ആവശ്യത്തെ തുടർന്നുണ്ടായ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്നുവരുന്ന സംഘർഷങ്ങളെ കുറിച്ചാണ്. ഔറംഗാബാദിലെ കുൽദാബാദിലാണ് ഔറംഗസേബിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. മറ്റു മുഗൾ ഭരണാധികാരികളെ അപേക്ഷിച്ച് തീർത്തും വ്യത്യസ്തനായ ഔറംഗസേബിന്റെ ശവകുടീരത്തിനും സവിശേഷതകൾ ഏറെയാണ്. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചില്ലെങ്കിൽ കർസേവ നടത്തുമെന്ന VHPയും ബജ്റംഗ് ദൾ അടക്കമുള്ള ഹൈന്ദവ സംഘടനകളുടെ ആഹ്വാനമാണ് സംഘർഷങ്ങൾക്കിടയാക്കിയത്. ആരാണ് ഔറംഗസേബ്? മുഗൾ ചരിത്രത്തിലെ അതിക്രൂരനും മതഭ്രാന്തനുമായ ഭരണാധികാരിയായിട്ടും പരമദയാലുവും വിശാലഹൃദയനുമായ ചക്രവർത്തിയായിട്ടുമെല്ലാം ഔറംഗസേബിനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നതായി കാണാം. രാഷ്ട്രീയവും സാംസ്കാരികവുമായ വിവേചനങ്ങളിലും കാഴ്ചപ്പാടിലും അധിഷ്ഠിതമാണ് ഈ വിലയിരുത്തലുകളും വിശേഷണങ്ങളുമെല്ലാം. നിങ്ങളൊരു മതവാദിയോ മതനിരപേക്ഷവാദിയോ ആണെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഔറംഗസേബ് എന്ന ചക്രവർത്തിയെക്കുറിച്ചുള്ള വായന. ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ശവകുടീരം തർക്കവിഷയമാകുന്നത് പോലെ. പ്രിയതമയുടെ ഓർമ്മയ്ക്കായി താജ്മഹൽ പണിത ഷാജഹാൻ ചക്രവർത്തിയുടെ ഇളയ മകൻ. മറ്റ് മുഗൾ ചക്രവർത്തിമാരെ അപേക്ഷിച്ച് ആഡംബരത്തോട് യാതൊരു താല്പര്യവുമില്ലാതിരുന്ന ആളായിരുന്നു ഔറംഗസേബ്. 1707 മരണപ്പെട്ട ഔറംഗസേബിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ പൂർവികരിൽ നിന്നും വ്യത്യസ്തമായി ആത്മീയ ഗുരു ഷെയ്ഖ് സൈനുദ്ദീന്റെ ദർഗയ്ക്ക് സമീപമാണ് സംസ്കരിച്ചിരുന്നത്. പ്രതിദിനം 3000-ഓളം പേർ സന്ദർശിക്കുന്ന ഔറംഗസേബിന്റെ ശവകുടീരത്തെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമെന്ന നിലയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് സംരക്ഷിക്കുന്നത്. തന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി 1 രൂപ പോലും രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് എടുക്കരുതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർബന്ധം. ഭാര്യയുടെ ഓർമ്മയ്ക്ക് പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് മാർബിൾ കൊട്ടാരം പണിത പിതാവിന്റെ പുത്രൻ തുറന്ന ആകാശത്തിന് കീഴിലാണ് അന്തിയുറങ്ങുന്നത്. ആകെ 14 രൂപ 12 പൈസ മാത്രമാണ് മരണാനന്തര ചടങ്ങുകൾക്കായി ചെലവായത്. സ്വന്തമായി നിർമ്മിക്കുന്ന പ്രാർത്ഥനാ തൊപ്പികളും എഴുതി തയ്യാറാക്കിയ ഖുറാൻ കയ്യെഴുത്ത് പ്രതികളും വിറ്റാണ് ജീവിത ചെലവിനുള്ള പണം ഈ ചക്രവർത്തി കണ്ടെത്തിയിരുന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഔറംഗസേബ് ഭരിച്ച 50-52 വർഷ കാലയളവിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മുഗൾ സാമ്രാജ്യം മാറുന്നത്. ഔറംഗസേബിനെ കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചരിത്രത്തിലുള്ളതാണ്. എന്നാൽ മറ്റൊരു വശവും ചരിത്രത്തിലുണ്ട്. ധൂർത്ത് നടത്തി സാമ്രാജ്യത്തെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നെന്നാരോപിച്ച് പിതാവായ ചക്രവർത്തി ഷാജഹാനിൽ നിന്ന് അധികാരം പിടിച്ചെടുത്താണ് ഔറംഗസേബ് അധികാരത്തിലേറിയത്. ഈ യുദ്ധത്തിൽ തന്റെ 3 സഹോദരങ്ങളെ ഔറംഗസേബിന്റെ സൈന്യം കൊല്ലുന്നുണ്ട്. ഷാജഹാനെ ആഗ്രയിലെ കോട്ടയിൽ ശിഷ്ടകാലം മുഴുവൻ തടവിലാക്കി. ഔറംഗസേബിന്റെ ഭരണകാലത്താണ് അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിൽ നൽകേണ്ട നികുതിയായ ജസിയ നിർബന്ധമാക്കിയത്. എന്നാൽ അതേ സമയം തന്നെ മറ്റു നികുതികളിൽ നിന്ന് ഇവരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ കണ്ണടയ്ക്കുന്ന അല്ലെങ്കിൽ ബോധപൂർവം പറയാതെ പോകുന്ന ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്നിവർ കേവലം മുസ്ലിം ചക്രവർത്തിമാരായിരുന്നില്ല. മുഗൾ ഭരണം മുസ്ലിം ഭരണമായിരുന്നില്ല എന്നതാണ് സത്യം. ഔറംഗസേബിൽ നിന്നും ആശയത്തിലും ഭരണത്തിലും തീർത്തും വ്യത്യസ്തരായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവികനായ അക്ബർ ചക്രവർത്തിയും പിതാവ് ഷാജഹാനുമെല്ലാം. മുഗൾ സാമ്രാജ്യത്തിന്റെ 3ാമത്തെ ചക്രവർത്തിയായിരുന്നു അക്ബർ. ശ്രദ്ധിക്കണം, രാജ്യമല്ല സാമ്രാജ്യമാണ്, രാജാവല്ല ചക്രവർത്തിയാണ്. അക്ബറിന്റെ കാലത്താണ് മുഗൾ സാമ്രാജ്യം അതിന്റെ പരമോന്നതിയിലെത്തിയത്. അക്ബറിന്റെ കാലത്താണ് ഇസ്ലാമിക ഹൈന്ദവ മതസങ്കല്പങ്ങളെ കൂട്ടിച്ചേർത്ത് ദീനെ ഇലാഹി എന്ന പുത്തൻ ആശയം അവതരിപ്പിക്കുന്നത്. ഫത്തേപൂർ സിക്രിയിൽ പണി ചെയ്യപ്പെട്ട ഇബാദത്ത് ഖാന എന്നറിയപ്പെടുന്ന സൗധത്തിൽ സർവ്വമത സമ്മേളനങ്ങൾ കൂട്ടിയതും അക്ബർ ആയിരുന്നു. ആ അക്ബറിന്റെ പിൻഗാമിയായ ഔറംഗസേബ് ആകട്ടെ അദ്ദേഹത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. പണ്ഡിതനും സൂഫി വര്യനുമായ അലി തൻത്വാവി തന്റെ വിശ്വവിഖ്യാത കൃതിയായ ചരിത്ര പുരുഷന്മാർ എന്ന പുസ്തകത്തിൽ ഔറംഗസേബിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മറ്റു ഭരണാധികാരികളിൽ നിന്നും ഔറംഗസേബ് വ്യതിരിക്തനാകുന്നത് പ്രധാനമായും 2 കാര്യങ്ങളിലാണ്. 1, പൊതു ഖജനാവിൽ നിന്ന് പണം അനാവശ്യമായി ഉപയോഗിച്ചിട്ടില്ല. 2, ശരീഅത്ത് നിയമങ്ങളെ ഒരൊറ്റ വിജ്ഞാനകോശമാക്കി ഔറംഗസേബ് ക്രോഡീകരിച്ചു. നിരവധി ഹിന്ദു രാജാക്കന്മാരെ കടുത്ത മതവാദിയായ ഔറംഗസേബ് കൊന്നൊടുക്കിയെന്നാണ് മറ്റൊരു വിമർശനം. ജനാധിപത്യ യുക്തിയിൽ നിന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല രാജഭരണം.
ഇന്നത്തെ കാലത്തെ യുക്തിയിൽ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള പല അട്ടിമറികളും രാജതന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ചരിത്രം. പക്ഷേ ആ ആനുകൂല്യം നൽകാതെ ചരിത്രത്തെ വളച്ചൊടിക്കാനും വ്യാഖ്യാനിക്കാനും സാധിക്കും. അടുത്തിടെ ബോളിവുഡിൽ ഇറങ്ങിയ വിക്കി കൗശാൽ നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രമുണ്ട് ഛാവ. ചരിത്ര സിനിമയെന്ന് വിശേഷിപ്പിക്കുന്ന ഈ സിനിമയിൽ 2 ചരിത്ര പുരുഷന്മാരുണ്ട്. ശിവജിയുടെ പുത്രൻ സംഭാജിയും ഷാജഹാന്റെ പുത്രൻ ഔറംഗസേബും. ചരിത്രത്തിലും സിനിമയിലും ഔറംഗസേബ് സംഭാജിയെ വധിക്കുന്നുണ്ട്. ചരിത്രത്തിൽ സാമ്രാജ്യം വെട്ടിപ്പടുക്കുന്ന രാജാവ് ഒരു നാട്ടുരാജാവിനെയാണ് വധിക്കുന്നതെങ്കിൽ സിനിമയിൽ ഹിന്ദുവായ സംഭാജിയെ മുസ്ലിമായ ഔറംഗസേബാണ് വധിക്കുന്നത്. വലിയ വ്യത്യാസമുണ്ട് ഇവ രണ്ടും തമ്മിൽ. ഔറംഗസേബ് വധിച്ച മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചോ സ്വന്തം സഹോദരങ്ങളെക്കുറിച്ചോ പരാമർശിക്കപ്പെടുന്നില്ല. ഇതേ സിനിമ കണ്ടാണ് മധ്യപ്രദേശിലെ ഒരു കോട്ടയിൽ നിധിയുണ്ടെന്ന് വിശ്വസിച്ച് നാട്ടുകാർ പാരയും കോടാലിയുമായി ഇറങ്ങിയത്. ഒരു സിനിമ സമൂഹത്തിൽ എന്തൊക്കെ സ്വാധീനമുണ്ടാക്കുന്നുവെന്നതിന്റെ ചെറിയ ഉദാഹരണമാണിത്. അപ്പോൾ ചരിത്രം തന്നെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന പോളറൈസേഷൻ എത്ര ആഴത്തിലുള്ളതാകും. ചരിത്രം അത് അന്വേഷിക്കുന്നവരുടെ വീക്ഷണകോണിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ രാഷ്ട്രീയവും താല്പര്യവും എന്താണ്, അതാകും നിങ്ങൾ വായിക്കുന്ന ചരിത്രം. ഒരു 100 വർഷം കഴിഞ്ഞുള്ള കാലം സങ്കല്പിച്ചു നോക്കുക. ഇന്ന് നമുക്ക് ചുറ്റും ഉയരുകയും രൂപപ്പെടുകയും ചെയ്ത കെട്ടിടങ്ങളും ശില്പങ്ങളും എല്ലാം മറ്റ് പല നിർമ്മിതികൾക്കുമേൽ ഉയർന്നതാണെന്നതായിരിക്കും അന്നത്തെ ചരിത്രം.